അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ തിൽമീദത്തുകളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തജ്വീദിലെ അഹ്കാമു നൂൻ സാക്കിന വ തൻവീൻ എന്ന ഭാഗത്തിൽ ഒരുപാട് വിശദീകരണങ്ങൾ നാം മനസ്സിലാക്കി വരികയാണ്. അതിൽ ഏകദേശം ഇദ്ഹാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞതാണ് ഇഖ്തിലാബ് നമ്മൾ വിശദീകരിച്ചത്. ഇദ്ഗാം ബി ഉന്നയും ഇദ്ഗാം ബിലാ ഉന്നയുമാണ് വിശദീകരിച്ച് കുറച്ച് ഗഹനമായി നാം പഠിച്ചത്. ഓരോന്നും ഓരോ കൃത്യമായി എന്താണ് മുത്തഖാരിബ്, എന്താണ് മുത്തജാനിസ്, എന്താണ് മുത്തമാസിലൈൻ എന്ന് പറയുന്ന ആ ഒരു നിയമങ്ങൾ എന്താണ്, വിധികൾ എന്താണ് നാം മനസ്സിലാക്കി. ഇനി ഇദ്ഗാം പഠിക്കുമ്പോൾ കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട 4 സെന്റൻസുകൾ നിങ്ങൾ നോക്കിക്കോ. ഖിൻവാനുൻ, അദ്ദുനിയ, സിൻവാനുൻ, ബുനിയാനുൻ. ഇത് പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കണമെന്ന്, ഖുർആനിൽ 4 വാചകങ്ങൾ, ഈ വചനങ്ങൾ പല ഭാഗങ്ങളിലായി ദുനിയ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ദുനിയാവ് എന്നൊക്കെ പറയുന്ന ആ വചനങ്ങളൊക്കെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരങ്ങൾ വരുന്നുണ്ട്. നൗമി എന്ന് നാം പഠിച്ച ഇദ്ഗാം ബി ഗുന്നയുടെ നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിവിടെ അത് പ്രാവർത്തികമാവുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം എന്താണ്, ഇത് ഒരൊറ്റ സെന്റൻസിലായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവ ഒരിക്കലും ഇദ്ഗാം ബി ഗുന്നയുടെ നിയമത്തിലേക്ക് വരില്ല. നമുക്ക് കാണാൻ സാധിക്കും, നൂന് സാക്കിന വന്നിട്ടുണ്ട്. ഇവിടെ നൂന് സാക്കിന വന്നിട്ടുണ്ട്. ശേഷം വാവാണ് നമ്മൾ പഠിച്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നൗമി എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ ഇദ്ഗാം ബി ഗുന്നയുടെ പഠിച്ചിരുന്ന നൗമി അല്ലെ, നൗമി എന്ന് പറയുന്ന ആ 4 അക്ഷരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അതിന് നോക്കി, നൂന് സാക്കിനക്ക് ശേഷം വാവ് വന്നിട്ടുണ്ട്. വാവ് ഇതിൽ പെട്ടതാണ്. ആ വാവ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ ഒരിക്കലും എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ, ഇദ്ഗാം ചെയ്യാൻ പാടില്ല. ഇവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. ഇതിന് ഇൽഹാറു മുത്തലഖ് എന്നാണ് പറയാ. കാരണം ഒരു സെന്റൻസിൽ തന്നെ വന്നിട്ടുള്ളതിനാലാണ് ഇതിങ്ങനെ പറയുന്നത്. ഒരിക്കലും ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരങ്ങൾ ഒരു സെന്റൻസിൽ വന്നാൽ നിയമമാക്കില്ല. അത് സ്പ്ലിറ്റ് ആയിട്ട് വരണം. 2 അക്ഷരങ്ങളിലായിട്ട് വന്നാൽ മാത്രമേ അങ്ങനെ നിയമമാക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അതിവിടെ നമ്മൾ നിയമമാക്കാത്തത്. ഇത് ഇൽഹാറാണ്. ഇൽഹാറ നിയമത്തിലേക്കാണ് ഈ 4 വചനങ്ങളും പോവുക. ഇത് ഖിൻവാനും ഇവിടെ നൂന് സാക്കിനക്ക് ശേഷം യാ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നൂന് സാക്കിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. ഇവിടെ നൂന് സാക്കിന് ശേഷം യാ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ ഇവയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇദ്ഗാം ബി ഗുന്നയാക്കാൻ പാടില്ല. കാരണം അതൊരൊറ്റ സെന്റൻസിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ നമുക്ക് പലയിടത്തും ഈ ഖിൻവാൻ ഉദാഹരണമായി സൂറത്ത് അൻആമിലുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമിനൻ നഖ്ലി മിൻ ത്വൽഇഹാ ഖിൻവാനുൻ. അവിടെ ഖിൻവാനുൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഖിൻവാനുൻ എന്ന് തന്നെ നമ്മൾ ഇൽഹാർ മുത്തലഖ് ആയിക്കൊണ്ട് തന്നെ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. അടുത്തതിൽ സൂറത്തു സ്വഫിൽ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കഅന്നഹും ബുനിയാനും മർസൂസ്. അവിടെ നോക്കി, കഅന്നഹും ബുനിയാൻ. അപ്പോൾ ബുനിയാൻ എന്നുള്ളത് സൂറത്തു സ്വഫിൽ വന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. സൂറത്ത് റഅദിൽ സിൻവാൻ എന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വനഖീലും സിൻവാൻ സിൻവാൻ, അവിടെ സിൻവാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലും ദുനിയ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ, ഫിദ്ദുനിയ എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് ഇത് വന്നിട്ടുള്ളതുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് പഠിക്കേണ്ട, അപ്പോൾ നമ്മൾ ഈ ഒരു ഇദ്ഗാം ബി ഗുന്നയുടെയും ഇദ്ഗാം ബിലാ ഗുന്നയുടെയും നിയമങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇഖ്ഫാഇന്റെ നിയമങ്ങളാണ്. എന്താണ് ഇഖ്ഫാ? നമുക്ക് ഇനി മനസ്സിലാക്കേണ്ട ഒരു നിയമമാണ് ഇഖ്ഫാ. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം ഇൽഹാർ, ഇഖ്തിലാബ്, ഇദ്ഗാം, ഇദ്ഗാം ബിലാ ഗുന്ന ഇതിന്റെ അക്ഷരങ്ങൾ നാം മനസ്സിലാക്കി. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഹൽക്കിന്റെ 6 അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കി. ഇഖ്തിലാബിന് ബ എന്ന അക്ഷരമാണ് എന്ന് മനസ്സിലാക്കി. ഇദ്ഗാം ബി ഗുന്നയുടെ നൗമി എന്ന് പറയുന്ന 4 അക്ഷരങ്ങളാണ്. അപ്പോൾ 6, 1, 7,
4 11 ഇദ്ഗാം ബിലാ ഗുന്ന 2 എണ്ണമാണ് ലാം റ യർമലൂൻ എന്നുള്ളതിന് രണ്ടും ഒന്നിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ എത്ര അക്ഷരങ്ങളായി? നിലവിൽ 6 1 7 7 4 11 11 2 13 അക്ഷരങ്ങളായി. ഈ 13 അക്ഷരങ്ങളിൽ ശേഷം വരുന്ന അറബിയിൽ 28 അക്ഷരങ്ങളുണ്ട് അല്ലെ. അത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 13 അക്ഷരങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അപ്പൊ നമ്മളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടാവും? 15 അക്ഷരങ്ങൾ ഹർഫുകൾ ഹുറൂഫുൽ ഹിജായിൽ ബാക്കിയുണ്ട്. അതെല്ലാം ഏതിലാണ്? ഇഖ്ഫായിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന 13 അക്ഷരങ്ങൾ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ? ഈ ഇദ്ഹാറിന്റെ ഹൽക്കിന്റെ അക്ഷരങ്ങളും ഇഖ്ലാബിന്റെ ബാഇന്റെ അക്ഷരവും ഇദ്ഗാം ബിഗുന്നയുടെയും ഇദ്ഗാം ബിലാ ഗുന്നയും യർമലൂൻ എന്ന് പറയുന്ന ആ 6 അക്ഷരവും നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇഖ്ഫാന്റെ ഏത് അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ 15 അക്ഷരങ്ങളുമാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി എഴുതി പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം അലിഫ് ഒരിക്കലും എന്ത് ചെയ്യുന്ന ഒന്നിനും വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇത് ശരിക്കും അലിഫിന് ഉച്ചാരണം നാം മനസ്സിലാക്കേണ്ടത് അലിഫിന്റെ ഉച്ചാരണം വരിക ഹംസ വരുമ്പോഴാണ്. അപ്പോൾ അത് ഇദ്ഹാറിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ളതാണ്. ശരിക്കും അലിഫിന് മുകളിൽ ഒരിക്കലും ഫത്തഹിട്ട് എഴുതൂല. താൽക്കാലികമായിട്ട് കെസറിടും, താൽക്കാലികമായിട്ട്. കാരണം ഇർഹം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇർഫിൽ എന്ന് പറയുമ്പോൾ അവിടെ താൽക്കാലികമായി അലിഫിന് കെസർ കൊടുക്കലാണ്. അതെങ്ങനെ പറയുള്ളൂ? താൽക്കാലികമായിട്ടാണ് പറയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലും അലിഫിനും ഫത്തഹും കെസറും നമ്മൾ സുക്കൂനൊന്നും വരാറില്ല. സുക്കൂൻ വരുന്നെങ്കിലും കെസറും ഫത്തഹും ഒന്നും വരൂല. അതിനെന്ത് വരണം? ഹംസ വരണം. അപ്പോഴാണ് ആ എന്ന് പറയുള്ളൂ. ഇന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ചെലവിന് അലിഫ് ഇട്ടിട്ട് ഫത്തഹ് ഇട്ട് കൊടുക്കും. ശരിക്കും അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. ഞാൻ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മദ്രസയിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ അലിഫിട്ട് പഠിപ്പിക്കരുത്. അലിഫിന് ഫത്തഹ് ഇട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും? കുട്ടികളത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും. അലിഫിനല്ല, നിങ്ങൾ അതിന് മുകളിൽ ഒരു ഹംസ വെറുതെ ഇട്ട് കൊടുത്തേക്കും. അതിപ്പോ പഠിപ്പിക്കണ്ടെങ്കിലും അതിനെ പഠിപ്പിക്കും. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഹംസർ വസ്സിൽ പഠിപ്പിച്ചു കൊടുത്തോ, ശരി. അപ്പൊ കുട്ടികൾ എന്താവും? ഇത് ഹംസർ വസ്സിലാണ്, എന്ന് വെച്ച ഉച്ചാരണം വരും എന്നിങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്. ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല. നമ്മൾ തജ്വീദിന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മളത് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാഹ് ഹുറൂഫുൽ ഹിജായിൽ അത് വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുകയാണ്. ബ അല്ലെ, ഏതിൽപ്പെടുന്നു? അത് ഇഖ്ലാബിൽപ്പെടുന്നു. ഇനി തായാണ് ഇഖ്ഫാഇന്റെ അടുത്ത അക്ഷരം. ത അല്ലെ, തായുണ്ട്. പിന്നെ ജീമു അതിലും വരും അല്ലെ. ജീമു വന്നു. ഹ പെടോ? ഇല്ല. ഹ ഏതിൽ പോവും? ഹ ഇദ്ഹാറിൽ പോകും. ഹ. പിന്നെ അതേപോലെ തന്നെ ഖ വരും? ഇല്ല. ഖാവും ഇദ്ഹാറിൽ പെടും. ശരി. അടുത്തത് ദാലും അതിൽ പെടുന്നതാണ്. നമുക്കറിയാം ഇഖ്ഫായിൽ പെടുന്നതാണ്. ദാൽ ഇഖ്ഫായിൽ പെടുന്നതാണ്. പിന്നെ റാ പെടൂല. കാരണം റാ ഏതിൽ പെടുന്നു? അത് ഇദ്ഗാം ബിലാ ഗുന്നയിൽ പെടുന്ന അക്ഷരമാണ് റ എന്നുള്ളത്. അപ്പൊ അത് അതിൽ പോകുന്നു. ശരി. ഇനി അടുത്തത് സ പെടും. അതെ, അത് ഇഖ്ഫായിൽ പെടുന്നതാണ്. ഇനി അടുത്തത് സീനാണ്. സീൻ ഇതിൽ പെടുന്നു? ഇഖ്ഫായിൽ പെടുന്നു. അപ്പൊ അതും റെഡ്. പിന്നെ ഷീൻ അതേപോലെ തന്നെ ഇഖ്ഫായിൽ തന്നെയാണ്, ഷീനും പെട്ടു. ഇനി അടുത്ത അക്ഷരം ഏതാണ്? സ്വാദാണ്. സ്വാദും ഇതിൽ പെടുന്നു? ഇതിൽ ഇഖ്ഫായിൽ പെടുന്ന അക്ഷരമാണ്. അതിൽ പെടുന്നു. പിന്നെ ബാദും അതിൽ പെടുന്നു എന്നുള്ള മനസ്സിലാക്കുക. പിന്നെ ത്വാ, പിന്നെ ലാ, പിന്നെ ഐൻ. ഇല്ല, ഐന് ഏതിലാണ് പെടുക? ഇദ്ഹാറിലാണ് പെടുക. ഐന് നമ്മൾ മനസ്സിലാക്കുക, ഇദ്ഹാറിലാണ് പെടുക. ഇനി അടുത്ത അക്ഷരമാണ് വൈൻ. അതും ഇദ്ഹാറിലാണ് പെടുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഇദ്ഹാറിലാണ് പെടുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അക്ഷരം വരുന്നത് ഫ ആണ്. ഫ ഏതിൽ പെടുന്നു? നമുക്കറിയാം ഇഖ്ഫായിലാണ് പെടുന്നത്. കാരണം നമ്മൾ ഇത് പഠിച്ചത് ഒന്നിനും ഇല്ലാത്തതാണ്. അപ്പൊ അത്. ഇനി അടുത്ത അക്ഷരം ഏതാണ്? പിന്നെ ഖാഫാണ്. ഖാഫും അത് ഇഖ്ഫായിലാണ് പെടുന്നത്, മനസ്സിലാക്കാം. ഇനി അടുത്തത്
ക്യാഫ്, ക്യാഫും ഇഖ്ഫായിലാണ് പെടുന്നത്. പിന്നെ അടുത്ത അക്ഷരമാണ് ലാം. ലാം ഏതിലാണ് പെടുക? നമുക്കറിയാം ഇദ്ഗാം ബി ഗുന്നയിലാണ്, ഇദ്ഗാം ബിലാ ഗുന്ന എന്ന നിയമത്തിലാണ് പെടുന്നത് ലാം എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എഴുതി. പിന്നെ അടുത്തത് എന്ന അക്ഷരം ഏതാണ്? ലാം കഴിഞ്ഞാൽ ക്യാഫ് ലാം മീമാണ്. മീമും ഏതിലാണ് വിടുക? ഇദ്ഗാം ബി ഗുന്നയിലാണ് വിടുക. അപ്പോൾ മീമും നമ്മൾ എഴുതുകയാണ്. പിന്നെ ലാം മീം നൂൻ, നൂനും ആ നിയമത്തിൽ തന്നെയാണ്, ഇദ്ഗാം ബി ഗുന്നയിൽ പെടുന്നു. ഇനി നൂൻ വാവ് അല്ലേ, വാവ് എന്ന അക്ഷരവും ഇദ്ഗാം ബി ഗുന്നയിൽ പെടുന്നതാണ്. പിന്നെ ഹ ഏതാണ്? അത് ഇദ്ഹാറിന്റെ അക്ഷരമാണ് ഹ എന്നുള്ളത്. അപ്പൊ അത് പെടുന്നു. പിന്നീട് അടുത്ത അക്ഷരമാണ് യ. അത് ഏതിൽ പെടുന്നു? അത് നമുക്കറിയാം ഇദ്ഗാം ബി ഗുന്നയുടെ അക്ഷരങ്ങളിൽ പെടുന്ന ഒരക്ഷരമാണ് യ. ഓക്കെ. ഇനി ഹംസയോ? അത് നമ്മൾ പറയുന്നതാണ് അലിഫിന്റെ മുകളിൽ വരുമ്പോഴാണ് അത് ഹംസ, അത് രൂപത്തിലെ രീതിയിൽ നമ്മൾ വായിക്കുക. അതെങ്ങനെയാണ്? പക്ഷെ ഹംസ ഒറ്റക്കും വരും, അലിഫിന്റെ മുകളിലും വരും, വാവിന്റെ മുകളിൽ വരും. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാനുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഹംസയുടെ നിയമങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ ഹംസയെ കുറിച്ച് തന്നെ കുറച്ച് പഠിക്കാനുണ്ട്. ഹംസുൽ വസ്ൽ എന്താണ്, ഹംസുൽ ഖത്അ എന്താണ്, ഹംസുൽ തസ്വീൽ എന്താണ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്കത് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുമെന്ന് തോന്നുന്നു. ത, സ, ജീം, ദ, ദ, സ, സീൻ, ഷീൻ, സ്വാദ്, ضاد, ത, ല, ഫ, ഖാഫ്, കാഫ്. ബാക്കി അക്ഷരങ്ങൾ എന്താണ്? ഇത് ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അതേപോലെ തന്നെ ഖ എന്ന അക്ഷരവും, ഇവിടെ ഖ എന്ന അക്ഷരമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഖ എന്ന അക്ഷരവും അതിൽ പെടുന്നു. അതുകൊണ്ട് അവയൊന്നും എന്തല്ല, ഇത് ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ബ ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അതിന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് ഇഖ്ലാബിന്റെ, ഇദ്ഹാറിനല്ല ഇഖ്ലാബിന്റെ അക്ഷരമാണ് എന്ന് മനസ്സിലാക്കുക. ആ അക്ഷരങ്ങളും ഇത് വ്യത്യസ്തമായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള, ഈ 13 അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ളവ എന്താണ്? ഇഖ്ഫായിൽ പെടുന്നു എന്നുള്ളതാണ്. ബാക്കി ഈ റെഡ് കൊണ്ട് എഴുതിയിരിക്കുന്നതൊക്കെ ഇഖ്ഫായിന്റെ അക്ഷരങ്ങളാണ്. ഇവയുടെ മുന്നിൽ നൂന് സാക്കിന എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനോ ഫതഹ് തൻവീനോ കസ്ർ തൻവീനോ വമ്മു തൻവീനോ വന്നാൽ എന്താണ് നിയമം? നിയമം അവിടെ അവ്യക്തമാക്കലാണ് ഇഖ്ഫായിന്റെ നിയമം. നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഓരോ അക്ഷരങ്ങൾ നമുക്ക് വേണമെങ്കിൽ അത് ഇടയിൽ വന്നാലും ഒറ്റ സെന്റൻസിൽ വന്നാലും എന്താണ് അത് ഇഖ്ഫാ ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഒരു കുൻതും എന്നൊരു വാക്ക്, നമുക്കൊരു കുൻതും എന്നൊരു വാക്ക് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കണേ. കുൻതു ഓക്കേക്കോ, കുൻതും എന്നിങ്ങനെ വന്നു. ഇപ്പോ ഇവിടെ സുക്കൂനാണ്, നൂന് സുക്കൂനാണ് അല്ലെ. ഈ കുൻതും എന്ന് വായിക്കുമ്പോൾ നമ്മൾ കുൻതും എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, അങ്ങനെയാണ് നമുക്ക് ഖുർആൻ വായിക്കുമ്പോൾ അല്ല. ഖുർആൻ വായിക്കുമ്പോൾ കുൻതും എങ്ങനെ പറയാനുണ്ട്? കുൻതും അതിന്റെ ഒറ്റ 2 വേർഡായിട്ടും ഇത് ഒറ്റ വേർഡായിട്ടാണ്. ഇത് 2 വേർഡായിട്ടും വരും വിശുദ്ധ ഖുർആനിൽ. ഇങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അത് 2 സ്പ്ലിറ്റ് ആയിട്ട് വന്നാലും ഒറ്റ വേർഡിൽ വന്നാലും നിയമം എന്താണ്? ഇഖ്ഫാ ആണ്. ഇനി ഇനി നമ്മൾ ഉദാഹരണമായി ഇങ്ങനെ നോക്കിക്കോ, ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇതെങ്ങനെ എഴുതുന്നു? ഉണ്ടോ? നൂനിനെ അവ്യക്തമാക്കിയിട്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. നൂനിനെയാണ് അവ്യക്തമാക്കേണ്ടത്, മനസ്സിലായോ? നൂനിനെ അവ്യക്തമാക്കി നൂൻ സാക്കിനെ അവ്യക്തമായി. തൻവീനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജന്നാത്തി തജ്രി കണ്ട, ജന്നാത്തി തിൻ തജ്രി തജ്രി എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ മാറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഖൗലൻ സഖീല, ഉദാഹരണം തൻവീന് കൊണ്ട് ഖൗലൻ ലൻ ഉണ്ട്, പക്ഷെ അവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്യണം. ഖൗലൻ സഖീല. ഖുർആനിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുഅല്ലിമുകൾ നിങ്ങൾക്ക് അതിട്ട് തരുമ്പോൾ നിങ്ങൾ അതുപോലെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ അക്ഷരങ്ങളും അങ്ങനെ പാരായണം ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓരോ കാര്യങ്ങളും ചേർന്ന് വരുന്നതും അത് സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന ഇഖ്ഫാഇന്റെ നിയമങ്ങൾ ഈ അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഈ അക്ഷരങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇട്ട് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഖുർആൻ വായിക്കാനും ആ സമയം കണ്ടെത്തുമ്പോൾ അത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഖുർആൻ വായിക്കാൻ, അപ്പോൾ അള്ളാന്റെ കലാം നിങ്ങൾ അത്രയും വായിക്കുന്ന കൂലി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട്
ആത്മാർത്ഥതയോടെ നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിലും പാരായണം ചെയ്തുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുക. യാതൊരു ബുദ്ധിമുട്ടില്ല. സംഗീതങ്ങൾ ഒഴിവാക്കുക, ഖുർആനിലേക്ക് മാറുക. അങ്ങനെയെങ്കിലാണ് മനസ്സ് നന്നാവുകയുള്ളൂ, നമ്മുടെ നാവ് നന്നാവും, ചിന്തകൾ നന്നാവും. എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് സാധിക്കും. പല ആളുകളും ഖുർആനിനെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഖുർആനിന്റെ വാചനങ്ങൾ പാലിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷകരമായ രീതി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിനുള്ള സമയം കണ്ടെത്തുന്നവരിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.